നിങ്ങൾ എപ്പോഴെങ്കിലും കോഴിക്കോട് രാത്രി വരികയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ 2 അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്തിയിട്ട്. അടിപൊളി സ്പോട്ട് പറഞ്ഞാൽ തട്ടുകടകളാണ്, വലിയ സ്പോട്ടുകളൊന്നുമല്ല. ഒന്നാമത്തെ നല്ല സ്റ്റൈലൻ എന്താ പറയുക, ഈ പുട്ട് മിക്സ് ഒക്കെ കിട്ടും. അതൊരു വെറൈറ്റി ഐറ്റം തന്നെ കേട്ടോ. പുട്ടിൽ ബീഫ്, നമ്മളെ കോഴിപ്പാട്സ്, ചിക്കൻ കറി അതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം. ഞാനെന്തായാലും അവരെ പുട്ടും കോഴിപ്പാട്സ് മിക്സ് ആയിട്ട് എടുത്തത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു മഴയുള്ള സമയമാണ്, നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു ആവി പറക്കുന്ന സാധനം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖം കൂടി ആയിരുന്നു. കൂടാതെ അതിൻ്റെ ഒരു ടേസ്റ്റും. അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. സെറ്റ് സാധനം, നല്ല നല്ല കോഴിപ്പാട്സും. ആ കോഴിപ്പാട്സിൻ്റെ കറി ഉണ്ടല്ലോ, അതാണ് മിക്സ്. ഇതൊക്കെ കറികളൊക്കെ അവർ വീട്ടിൽ നിന്ന് ഉണ്ടായി കൊണ്ടുവന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡിലാണ്. മെഡിക്കൽ കോളേജ് പോകുന്ന വഴിക്ക് ഒരു സീഷൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അതിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ട് വരും. അപ്പോൾ എന്തായാലും നൈറ്റ് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല സ്പോട്ട് കേട്ടോ. എല്ലാവരും ആവി പറക്കുന്ന സാധനം മഴയ്ക്ക് കഴിക്കുന്നത്. അതാണ് ഈ കൂടുതലായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ. അത് ആ ഫുഡിൻ്റെ ടേസ്റ്റ്. പിന്നെ പുട്ട് മിക്സ് മാത്രമല്ല കേട്ടോ, ഒരു കപ്പയിലും മിക്സ് ചെയ്യുന്നുണ്ട്. ബീഫും ചിക്കനും കോഴിപ്പാട്സും ഒക്കെ കപ്പ മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒക്കെ അടിപൊളി. ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്ന് കഴിക്കുന്നത് ഞാൻ കഴിച്ചന്ന് അവിടെ പേര് വന്നിരുന്നു കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ചിക്കൻ പൊരിച്ചത്, ദോശ, തട്ടുകടയിലെ എല്ലാ ഐറ്റംസും അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് പാളയം ഭാഗത്താണ്. പാളയം ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു കിട്ടില്ല സ്പോട്ടും. ഒരു കണ്ടാൽ തന്നെ പല ആൾക്ക് യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് കണ്ടു പരിചയം ഉണ്ടാവും. ഭയങ്കര സ്പീഡിലാണ് മൂപ്പര് ഓംലെറ്റ് അടിച്ചത്. അതിൻ്റെയാണ് ഇതിന് ഇത്രയും ഫേമസ് ആക്കിയിട്ട്. ഭയങ്കര റഷാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു തീയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് വേണം അവിടെ. ഭയങ്കര ഒരു കാണാൻ തന്നെ രസമാണ്. ഓംലെറ്റൊക്കെ വിത്തിൻ സെക്കൻഡ്സ് അടിച്ചു തരുന്ന ഒരു കിടിലൻ സ്പോട്ട്. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കിലൊക്കെ പോകുമ്പോൾ ഈ ഓംലെറ്റൊക്കെ അടിച്ച് പോകുന്നതാണ്. പിന്നെന്തായാലും ഞാൻ അവരെ ഗ്രീൻ പീസാണ് പറഞ്ഞത്. 50 രൂപ മറ്റാണ് ഇതിന് വരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനം. പ്രത്യേകിച്ച് ഞാൻ പറയില്ല, ഇന്നിത് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ അടിപൊളി സംഭവം കേട്ടോ. പിന്നെ ഓംലെറ്റ് മാത്രമല്ല ഇവിടെ കേട്ടോ. ഇതൊക്കെ ഓംലെറ്റ് കഴിക്കാൻ ക്യൂ നിൽക്കുന്നതാണ്. ദോശ, അങ്ങനത്തെ സാധനങ്ങൾ, ദോശ, ഇഡ്ഡലി, ഉഴുന്നോടെയൊക്കെ ഉണ്ട്. ദോശയൊക്കെ ലൈവായിട്ട് അടിക്കുന്നതാണ്. ഓംലെറ്റിന് എല്ലാവരും ഒരു ഓംലെറ്റ് അവിടെ എന്തായാലും അടിക്കും. പ്രത്യേകിച്ച് ഭയങ്കര തിരക്കാണ്. ഒക്കെ രാത്രിയാണ് ഓപ്പൺ കേട്ടോ. അല്ലാണ്ട് പകലൊന്നുള്ള പരിപാടികളല്ല. അതൊക്കെ ബസ് സ്റ്റാൻഡ് പരിസരമല്ലേ, തിരക്കായിരിക്കും. ഇതൊക്കെ രാത്രിയാണ് വർക്കിംഗ് ആവുക. കിടൽ സ്പോട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് രണ്ട് തട്ടുകട ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ കോഴിക്കോട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. കോഴിക്കോടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമാവട്ടെ. ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഷോപ്പ് പോകാൻ, ഇപ്പോൾ KSRTCയോ പുതിയ സ്റ്റാൻഡിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പുട്ട് മിക്സ് കഴിക്കാനൊക്കെ ആ ഭാഗത്താണ് അത് വരുന്നത്. കോഴിക്കോട് ടൗണിന് 2 ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ